ഹലോ ഗൈസ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ടു. ഞാൻ ഓഫ് ക്യാമറയിൽ കുറേ മൈൻഡ് ചെയ്യുമായിരുന്നു. എൻ്റെ അടുത്ത് എൻ്റെ 17 അയണുണ്ട്. എൻ്റെ കുറേ ആർമർ പൊട്ടിപ്പോയി. എൻ്റെ ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും പിന്നെ ബൂട്ടും പൊട്ടിപ്പോയി. ഇതിൽ 17 അയണുണ്ട്. ഞാൻ എന്തായാലും കുറേ എണ്ണം എടുത്തിട്ട് ബേസിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കാണിച്ചു തരാം. ഇപ്പം നൈറ്റാണ്. ഇനി ഞാൻ മൈൻഡ് ചെയ്ത് എവിടേക്കാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഞാൻ മൈൻഡ് ചെയ്തത്. ഇവിടുന്ന് ഞാൻ എന്തായിരുന്നു താഴോട്ട് പോയി കുറേ. എന്നിട്ട് ഈ സൈഡിൽ ഇവിടുന്ന് ഞാൻ കുറേ താഴോട്ട് പോയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് എനിക്ക് ഒരു 8 അയണെങ്ങാണ്ട് കിട്ടി. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് മുകളിലോട്ട് പോയി. പിന്നെ ഇതിനകത്ത് എനിക്കൊരു വാട്ടർ കേവ് കിട്ടിയായിരുന്നു. ഇതിനാണെങ്കിൽ മൊത്തം വാട്ടറാണ്. പിന്നെ ഞാൻ നേരിട്ട് മൈൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അതായത് മറ്റേ ഇതിങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് 2 ബ്ലോക്ക് പോകാമെന്ന് വിചാരിച്ച്. ആ രീതിയിൽ ഞാൻ പോയി. താഴെ വരെ ഞാൻ ബെഡ് റോക്ക് വരെ പോയി. എന്നിട്ട് എനിക്കൊരു ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ തിരിച്ച് ഈ ബ്ലോക്ക് വെച്ച് കയറി വന്ന്. പിന്നെ ഞാൻ ആ ഐഡിയ അങ്ങ് മാറ്റി. എനിക്കിനി ഇങ്ങനെ കുഴിച്ച് എൻ്റെ കുറേ സ്റ്റാക്ക് ടോർച്ച് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ കേവ് വഴി മൈൻ ചെയ്യുന്നതെന്ന് വിചാരിച്ച്. പിന്നെ ഇത്ര മൈൻ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു 8 മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ പിക്കാക്സിൻ്റെ ഡ്യൂറബിലിറ്റി തീരും. പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, പെട്ടെന്നൊന്നും അയണ് കിട്ടത്തില്ലെന്ന് വിചാരിച്ച്. പിന്നെ ഈ വാട്ടർ കേവിലോട്ട് ഇറങ്ങി നോക്കി. ഇതൊരു ചെറിയ വാട്ടർ കേവാണ്. എന്നിട്ട് ഞാൻ പിന്നെ ഇതുപോലെ ഓക്സിജൻ എടുത്ത് നിന്ന് ഈ ഒരു മാഗ്മ ബ്ലോക്ക് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഒരുപാട് അയൺ ഒപ്പിച്ച്. പിന്നെ ഈ കേവ് ഇവിടെ ഇതൊരു ചെറിയൊരു, ഞാൻ വിചാരിച്ച വലിയ കേവ് ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് ചെറിയൊരു കേവായിരുന്നു. ഇവിടെ എനിക്ക് കുറച്ച് അയൺ കിട്ടി. പിന്നെ ഞാൻ തിരിച്ച് കയറിപ്പോയി. ഇങ്ങോട്ടേക്ക് എങ്ങാണ്ട് എനിക്കൊരു ലഷ് കേവ് കിട്ടിയായിരുന്നു. ഇത് ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പോയ ലഷ് കേവ് അല്ല, ഇതൊരു വേറെ ലഷ് കേവാണ്. എനിക്കെന്നാലും ഈ ലഷ് കേവിൽ ഞാൻ മരിച്ച് ഇതിനകത്ത് സോംബിനെ സ്പോൺ ആവത്തിരുന്ന്. കാരണം നമുക്കിതിനകത്ത് കുറച്ചുള്ള വെട്ടം ഉണ്ടല്ലോ, ഈ ഗ്ലോബറീസിൻ്റെ ഷീൽഡ് എന്ത് അതേണ്ട അതിനെ ഒന്നും ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് എനിക്ക് കുറേ അയൺ കിട്ടി. പിന്നെ അധികം ഒന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതോടെ എടുത്തുകൊണ്ട് പോവാം. ക്രീപ്പർ ഓക്കെ. പിന്നെ ഇവിടെ ഒന്നുമില്ല. പിന്നെ കുറേ കോപ്പറുണ്ട്. കോപ്പറൊന്നും ഞാൻ എടുത്തില്ല. എന്നാലും മുകളിലോട്ടൊന്ന് കയറട്ടെ. ഫുഡ് കഴിക്കണം ഗൈസ്, ഇല്ല ചത്തു പോവും. ഓക്കെ, ഇപ്പോൾ എത്ര 27 എണ്ണം. ബേസിലും 22 എണ്ണം ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. എന്നാലും തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. ഈ ഹെൽത്ത് ഒന്ന് കയറിയിട്ട് പോകാം, ഇല്ലെങ്കിൽ ചത്തു. പിന്നെ ഞാൻ താഴെ വീണ് ചത്ത്. ഞാൻ എന്തായാലും ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പിന്നെയും കയറി പോകാം ഗൈസ്. നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നുപോലെ, ഞാൻ നേരത്തെ വെട്ടിയിട്ട കുഴിയില്ലായിരുന്നു. ഞാൻ ബെഡ് റോക്ക് വരെ 2 ബ്ലോക്ക് വെച്ച് കുഴിച്ച് പോയെന്ന്. ആ ഒരു കുഴിക്കകത്ത് വെച്ചിട്ട് 2-3 പ്രാവശ്യം ഞാൻ താഴെ വീണ് മരിച്ച്. പിന്നെ ഞാൻ ഒരു പിക്കാക്സ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടുത്തെ ഒരു ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചു പറ്റും. അപ്പോൾ അവിടുത്തെ ഉള്ള വെള്ളം താഴോട്ട് പോയിട്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാമല്ലോ. 2-3 പ്രാവശ്യം ചത്ത്. ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴും ചത്ത്. ഓക്കെ, സ്ഥലം എത്തി. ഇനി പൊട്ടിച്ച് മാറ്റാം. ഒന്നും ഡീസ്പോൺ ആയില്ല. ഡയമണ്ടിൻ്റെ സാധനങ്ങളാണ്. ചാവല് ചാവല് ബ്ലോക്ക് വെച്ച് അടച്ചു വെച്ചേക്കാം ഗൈസ്. ഇനി അറിയാണ്ടൊന്നും വീഴണ്ട. അങ്ങനെ ആർമറൊന്നും ഇല്ല നമുക്ക്. അതെടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ മറന്നുമില്ല, ഇന്ന് നമ്മളൊരു വീടുണ്ടാക്കാൻ പോകണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനുള്ള റീസോഴ്സ് എല്ലാം ഗ്യാദർ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഈ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ മൈനിങ്ങിന് പോയത്. എനിക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ലാൻഡേണും ഒക്കെ വെച്ചിട്ട് വേണം എനിക്ക് മറ്റേ ഡെക്കറേറ്റ് ചെയ്യാൻ. 21 അയൺ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതോടെ വെക്കുമ്പോഴത്തേക്ക് 47 എണ്ണാവും. നമുക്കെന്തായാലും അതെടുത്ത് സ്മെൽറ്റ് ചെയ്യാം. എന്തെങ്കിലും ബാമ്പു തന്നെ വെക്കാം ഗൈസ്. ഒരു സ്റ്റാക്ക് ബാമ്പു ഇരിക്കട്ടെ. ഓക്കെ, എനിക്കിപ്പോൾ ബ്രെഡ് 17 എണ്ണമായി. 2 സ്റ്റാക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 17 എണ്ണമായി. ഇനി വേറെ വല്ലതും ഉണ്ടോ എനിക്ക് കഴിക്കാൻ? എനിക്ക് 2 സ്റ്റാക്ക് അടുപ്പിച്ച് 3 സ്റ്റാക്ക് അടുപ്പിച്ച് എനിക്ക് എൻ്റെ ഈ ഒരു ക്യാരറ്റ് ഉണ്ട്. പിന്നെ 4 സ്റ്റാക്ക് അടുപ്പിച്ച് ഈ ഒരു സീഡുണ്ട്. പിന്നെ സീഡ് എന്തായാലും ഞാൻ എടുക്കുന്നില്ല. പിന്നെ കുറേ പൊട്ടാറ്റോ, ആപ്പിൾ അതൊക്കെ ഉണ്ട് ഗൈസ്. ഇനി കുറച്ച് ദിവസത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്കൊരു ഫാം ഉണ്ടാക്കണമെന്നുണ്ട്, ക്യാരറ്റ് ഫാം. അത് ബാമ്പു എല്ലാം പെട്ടെന്ന് കത്തിത്തിരുന്നുണ്ട്. പിന്നെ മെച്ചെടുത്തേക്കാം. എന്തായാലും നമുക്കിനി വീടുണ്ടാക്കാൻ തുടങ്ങാം ഗൈസ്. ഇവിടെ നിന്നിരിക്കുന്നത്
നമുക്ക് വീടുണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് ഒതുക്കിക്കോട്ടെ. ഈ ഒരു പെട്ടി നിറഞ്ഞു ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ എന്നാലും പുതിയ ഒരു പെട്ടി കൂടെ ഉണ്ടാക്കാം. അതുകൂടെ ഇവിടെ വെച്ചേക്കാം. എൻ്റെ ഒരു ഞാൻ കളി തുടങ്ങിയൊരു വീട് പോലെ ഉണ്ടാക്കി. അതിന് മുമ്പ് തന്നെ ഇത്രയും ജസ്റ്റായി. ഈ ഒരു 5 ഡബിൾ ചെസ്റ്റ് നിറച്ച് വുഡും പിന്നെ നമ്മൾ മറ്റേ ബാംബൂസുമാണ്. ബാക്കി 3 ചെസ്റ്റ് ഞാൻ ഇത്രയും കളിച്ചിട്ടാണുള്ള ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇൻവെൻട്രി ഞാനിന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കിട്ടുന്ന അയൺ അതിവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ. ഞാൻ എന്തായാലും ഇനി വീടുണ്ടാക്കാൻ തുടങ്ങും ഗൈസ്. ആദ്യം തന്നെ നമുക്ക് പ്ലാൻ വരയ്ക്കാം. ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ട് വശം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഒരു 10 ബ്ലോക്ക് നേരെ വെക്കണം. 1 2 3 4 5 6 7 8 9 10. അങ്ങോട്ടൊരു 10 ബ്ലോക്ക്, ഇങ്ങോട്ടൊരു 5 ബ്ലോക്ക്. ഇതാണ് വീടിൻ്റെ ഒരു തറക്കല്ല്. ഇനി ഇതിൻ്റെ എല്ലാ കോർണറിലും നമുക്ക് വുഡ് പ്ലേസ് ചെയ്യണം. ഓക്കിലോക്ക് പ്ലേസ് ചെയ്യാൻ മാത്രമല്ല 2 ബ്ലോക്ക് മുകളിലോട്ട് കൊണ്ടുപോകണം എല്ലായിടത്തും. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിറച്ച് പ്ലാങ്ക് പ്ലേസ് ചെയ്യണം. നമ്മൾ വുഡ് എല്ലായിടത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട്. വുഡല്ല കഴിച്ച എനിക്ക് എപ്പോഴും വുഡ് എന്നാണ് വരുന്നുള്ളൂ. ഓക്ക് പ്ലാങ്ക്സ്, ഇത് ഓക്ക് ലോഗ്. ഓക്കെ, വുഡ് എന്ന് പറയുന്നത്. ഈ സൈഡിൽ നമുക്ക് താഴത്തെ ഫ്ലോറിലോട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. ഈ സൈഡിൽ ഞാൻ ഒരു എൻട്രൻസ് വെക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു സ്റ്റേഴ്സാണ് ഞാൻ വെക്കുന്നത്. ഞാൻ വെക്കുമ്പോൾ പറഞ്ഞുതരാം. അത് നമ്മുടെ മുകളിലോട്ടുള്ള ഒരു ഇതിനാണ്. ഇനി നമുക്ക് റൂഫ് വെക്കാം. റൂഫ് വെച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം എന്താ ഇത് വെക്കാം. ഈ ഒരു സൈഡിൽ ഇങ്ങനെയല്ല ഗൈസ്, ഒരു ബ്ലോക്ക് കൂടെ അകത്തേക്ക് വെക്കണമായിരുന്നു. നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്റ്റെയർ. ഇനി നമുക്ക് ഫെൻസ് വെക്കാനുള്ള സംഭവം ഇങ്ങനെ. ഓക്കെ, ഞാൻ പിന്നെ വെക്കാം. ഇപ്പം ഞാൻ എന്തായാലും സെക്കൻഡ് ഫ്ലോർ ബിൽഡ് ചെയ്യാം. എന്തായാലും നമ്മൾ ഈ താഴെ ചെയ്ത പോലെ തന്നെ 3 ബ്ലോക്ക് മുകളിലോട്ട്. 3 ബ്ലോക്ക്. നേരത്തെ ചെയ്ത പോലെ തന്നെ അകത്ത് വുഡ് വെക്കണം. ഓക്ക് പ്ലാങ്കും വെച്ചു, റൂഫും വെച്ചു. ഇങ്ങനെ സെറ്റായി ഗായ്സ്. അങ്ങനെ ഈ ഒരു ഫ്ലോറിൻ്റെ പണി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബെഡ്റൂം, പിന്നെ ഇവിടെ ക്രാഫ്റ്റിംഗ്, അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യും. ഞാൻ ഉണ്ടാക്കിയതിൽ കുറേ തെറ്റുണ്ടായിരുന്നു ഗൈസ്. ഞാൻ എന്തായാലും ഇതിനകത്ത് വന്നപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് മാത്രം കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. എനിക്ക് എന്തോ തെറ്റിപ്പോയെന്ന്. ഞാൻ മൊത്തം പൊട്ടിച്ച് മാറ്റില്ല. ഈ ഒരു ബാക്ക് സൈഡിൽ ഒരു ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് വെച്ചു, പിന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് വെച്ചു. അത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇതിനകത്ത് വുഡും വെച്ചു, പിന്നെ ഈ ഒരു റൂഫും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. നമുക്കൊരു സ്കാഫോൾഡിങ് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, മറ്റേ മരം മൈൻഡ് ചെയ്യാനായിട്ട്. അതായിട്ടിരിക്കുന്ന 17 എണ്ണം ഉണ്ട്. അതിന് നമുക്ക് മതിയാവും. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ പൊട്ടിച്ച് നോക്കി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വെക്കണം. ഓക്കെ, കുറേ മിസ്ക്ലിക്ക് ചെയ്തിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും റൂഫ് വെക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ റൂഫ് വെക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇട്ടൊരെണ്ണം ഇപ്പുറത്ത്, ഒരെണ്ണം ഇപ്പുറത്ത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ സംഭവം തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഈ വുഡിൻ്റെ സ്റ്റേഴ്സില്ലേ, വുഡിൻ്റെ സ്റ്റേഴ്സ് എടുത്തിട്ട് നമുക്ക് ബാക്കിയും കൂടെ റൂഫ് വെക്കണം. നമ്മുടെ സ്റ്റേഴ്സ് തീർന്നു, കുറച്ചുകൂടെ ഉണ്ടാക്കാം. ഓക്കെ, റൂഫും വെച്ച് കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഓക്കെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തായാലും മറ്റേ ഈ ചുറ്റും വെച്ച സ്കാഫോൾഡിങ് വരെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. നമുക്ക് വിൻഡോ വെക്കാമല്ലേ? നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു ബ്ലോക്ക് പറ്റി ഇവിടെ നമുക്ക് വിൻഡോ വെക്കാനുള്ളതാണ്. ഇപ്പുറത്തെ ഇനി നമുക്ക് വിൻഡോ വെക്കാനുള്ള ഇവിടെ 2 ഓൾറെഡി ഞാൻ വിട്ടായിരുന്നു. നമുക്ക് ഈ സൈഡിൽ 3 ബ്ലോക്ക് വിട്ടിട്ടുണ്ട് വിൻഡോയ്ക്ക്. ഇവിടെ 3 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ജംഗിൾ ഫെൻസാണ് ഉണ്ടാക്കിയത്. ജംഗിൾ ഫെൻസ് വെച്ചാൽ എങ്ങനെ ഇരിക്കും? കുഴപ്പമില്ല. കുഴപ്പമില്ല ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഇത് വെച്ചേക്കാം. ഇത് മുകളിൽ വെക്കുന്നില്ല. എന്നിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ താഴെ നമുക്ക് ലീവ്സ് വെക്കാം. ഇപ്പുറത്തും ഒരു ഫെൻസ്, നമുക്ക് ലീവ്സ്.
ഇപ്പുറത്തെ ലീവ്സ്, ഫെൻസ്, ലീവ്സ്, ഇപ്പുറത്തും ഫെൻസ്, ലീവ്സ്. പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ ഫെൻസും ലീവ്സും വെച്ചിട്ട് അങ്ങനെ ലീവ്സ് വെക്കുന്ന പരിപാടി തീർന്നു. അല്ലല്ല, നമുക്ക് ബാക്കിലൂടെ ഇങ്ങനെ വെക്കണ്ടേ പുറകിലോട്ട്. അയ്യോ, ലീവ്സ് തികയോന്ന് എനിക്കറിയില്ല. എന്നാലും കറക്റ്റ് ഒരു സ്റ്റാക്ക് തന്നെ എടുത്തുകൊണ്ട് വന്ന്. കുറച്ചുകൂടെ എടുക്കാനുള്ളതായിരുന്നു. ഗൈസ്, കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇത്രയും വെച്ചപ്പോൾ തന്നെ തികഞ്ഞ്. ഇങ്ങോട്ടേക്കൊന്നും വെക്കണ്ട, ബാക്കിൽ ഇരിക്കട്ടെ ഈ ഒരു ലീവ്സ്. ഈ ഒരു ഗ്ലാസ് കൂടെ വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇപ്പുറത്തും ഒന്ന് ഒന്ന്. അങ്ങനെ നമ്മൾ ഗ്ലാസും വെച്ചു, പിന്നെ നമ്മൾ ലീവ്സും വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് വിൻഡോയുടെ സൈഡിൽ നമുക്ക് ഈ 2 ബ്ലോക്ക് അങ്ങ് മാറ്റണം. എന്നിട്ട് അവിടെ നമുക്ക് ഈ സ്റ്റേഴ്സ് തലകുത്തിന് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ലാൻഡ് ചെയ്യണം. വീഡിയോയുടെ തുടക്കത്തിൽ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ അത് 24-നായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വേണം, കാരണം അതിനകത്ത് ഉള്ള ഫ്യൂവലെല്ലാം തീർന്ന്. ഇനി നമുക്ക് ഒരു സ്റ്റാക്ക് ബാമ്പൂടെ എടുത്തിട്ട് അത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. 24 നമുക്ക് എടുക്കാം. ഓക്കെ, അത് എടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് കുറേ ലാൻഡർ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു 5 ലാൻഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേണപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അല്ലാതെ ഇവിടെ നമുക്ക് വെക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും ചെയ്യണം. ഇവിടെ 3 വിൻഡോ ഉണ്ട്, അപ്പോൾ 3 നമുക്കിങ്ങനെ വെക്കാം. ഓക്കെ, അയ്യോ, പിന്നെ താഴെ ഈ കടലിലോട്ടൊക്കെ അറിയാണ്ടൊക്കെ വീണ് കഴിഞ്ഞാൽ തിരിച്ച് കയറി വരാൻ നല്ല എളുപ്പമാണ്. കാരണം മറ്റേ ഈ വെയിൻസ് അവിടെ ഉണ്ടല്ലോ. ഒരു 2 കൂടെ വേണം തോന്നുന്നു. അല്ല, പിന്നെ 3 കൂടെ വേണം. വെച്ചേക്കാം. മുകളിൽ ഞാൻ വെക്കുന്നില്ല, മുകളിൽ അത് വെച്ചാൽ ശരിയാവത്തില്ല. ഇനി നമുക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും വെക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. വന്നിട്ട് ഈ സൈഡിൽ നിറച്ച് ചെസ്റ്റ് ഞാൻ വെക്കും, ഇത് സ്റ്റോറേജ്. ഇനി നമുക്ക് കുറച്ച് ഡോർ ഉണ്ടാക്കണം. ഇതിനകത്ത് ഡോർ 2 വെക്കാം. ഓക്കെ, ഇനി മുകളിലും വെക്കണം. ഇതിൻ്റെ ഫ്ലോറിൽ ഞാൻ ഒന്നും വെക്കുന്നില്ല, ഫ്ലോർ ഇങ്ങനെ തന്നെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് നമ്മുടെ ബെഡ്റൂമിൻ്റെ പണി തുടങ്ങാം. ഇവിടെ ഒരു ബെഡ് വെക്കണം, അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്കാഫോൾഡിങ് വെക്കണം. ഒരു ബെഞ്ച് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലാൻഡ്. ഓക്കെ, ഇപ്പോൾ കൊള്ളാം ഗൈസ്. ഇനി നമുക്ക് ബ്രൂമിങ് ഏരിയയുടെ പണി തുടങ്ങാം. ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കണം. ഒരു ക്രീപ്പർ വന്ന് ഇവിടെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. സാരമില്ല, എൻ്റെ ഫർണസ് പൊട്ടിപ്പോയി. എന്നാലും അതിനകത്തുള്ള അയണെല്ലാം എൻ്റെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അയൺ കംപ്ലീറ്റ് സ്മെൽറ്റായി. വെള്ളം ഇവിടെ ഒഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് സ്ലാബ് വെക്കാം. ഓക്കെ, ഇനി അടിയിലോട്ട് പോകത്തില്ലെന്ന് തോന്നുന്നു. ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ താഴെ പിന്നെ ഒരു ബ്ലോക്ക്. ഓക്കെ, ഇപ്പം വെള്ളം നിന്നു. മുകളിൽ മോഷനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം എടുക്കണം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. എടുത്ത് മാറ്റിയേക്കാം. ഇനി നമുക്കിൻ്റെ അടുത്തൊരു ചെസ്റ്റ് വെക്കണം. ഞാൻ ഒരു ഓക്ക് സ്ലാബ് എടുത്ത് ഇവിടെ വെച്ചു, അടുത്തൊരു ചെസ്റ്റ് വെച്ചു നമ്മുടെ പോർഷനായിട്ടുള്ള ഐറ്റംസ് വെക്കാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് റോയിസ്റ്റഡ് വെക്കണം. അതിപ്പോൾ തന്നെ പോയി എടുത്തുകൊണ്ട് വരാമായിരുന്നു. അവിടെ ഉണ്ടോ മറ്റേ ക്ലർക്കിൻ്റെ മറ്റേ വർക്ക് സ്റ്റേഷൻ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓഫ് ക്യാമറ ഇപ്പോൾ എടുത്തോളാം. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസ് എല്ലാം അകത്തുകൊണ്ട് വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ, അതിവിടെ വെക്കണം. ഇനി ആൻവിലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വെക്കണം. അത് ഇപ്പം ഞാൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, കാരണം അയൺ വെച്ചിട്ട് എനിക്ക് വേറെ യൂസ് ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ റെഡി. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ റെഡിയാക്കാം. ഈ ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കണം. അതിന് നമുക്ക് അവിടെ വെക്കാനായിട്ട് എനിക്ക് കുറേ ചെസ്റ്റ് വേണം. ഞാൻ പിന്നെയും വരും, ഇവിടെ തന്നെ വരുന്നത് അകത്തുണ്ടല്ലോ. ഇവിടെ വെച്ച് നോക്കാം. ഓക്കെ, അതിവിടെ വെച്ചിട്ടുണ്ട്. ഒരിടത്തും തികയുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ ചെസ്റ്റ് വേണം. ഒരെണ്ണം കൂടെ വേണം. ഇങ്ങനെയല്ല, തിരിച്ച് വെക്കണം. പിന്നെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെക്കാനായിട്ട് ഒരു ചെസ്റ്റ് വേണം. നമ്മുടെ ബെഡ്റൂമിലായിരിക്കും ആ ചെസ്റ്റ് ഞാൻ വെക്കാൻ പോകുന്നത്. ഈ ഒരു റോ ഗോൾഡ് ഞാൻ സ്മെൽറ്റ് ചെയ്ത് 22 ചാർക്കോൾ എൻ്റെ ഉണ്ട്. ഞാൻ നേരത്തെ മറ്റേ ഈ വുഡ് സ്മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കിയത്. അത് വെച്ചിട്ട് ഞാൻ ഈ റോ ഗോൾഡ് ഒന്ന് സ്മെൽറ്റ് ചെയ്യട്ടെ. ഇതിനകത്ത് വെച്ച് നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ റൂഫ് അങ്ങ് വെട്ടി മാറ്റാം ഗൈസ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ സാധനമുണ്ട്, ഒരു ബ്ലോക്ക് സ്പേസ്.
ഇങ്ങനെ മതി ഗൈസ്, കുറച്ചുകൂടെ സ്പേസ് കിട്ടും നമുക്ക്. ഞാൻ എന്തായാലും ഈ 2 ഡബിൾ ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെച്ചേക്കാം. ഇതിലാണ് നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ചെസ്റ്റ് തുറക്കാനും പറ്റും, കാരണം ഇതിൻ്റെ മുകളിൽ ഫുൾ ബ്ലോക്ക് അല്ല, പകരം സ്റ്റേഴ്സ് ആണ്. അവസാനമായിട്ട് വെക്കാനുള്ള 2 ഡബിൾ ചെസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്കിവിടെ വെക്കാം. ഓക്കെ, അതോടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റ് എന്ന് അറിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്ലാബ് വെക്കാം. സ്ലാബ് വെച്ചിട്ട് അങ്ങനെ സ്ലാബ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ചെസ്റ്റ് ഇട്ട് വെക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ മുകളിൽ സ്ലാബ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലെയറൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി വെക്കുവാണെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. ഒരു അടിപൊളി വീട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം 42 ദിവസം ഞാനിവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്. ഗോൾഡ് കംപ്ലീറ്റ് സ്മെൽറ്റായി. പിന്നെ 2 ബ്ലോക്ക് ഓഫ് ഗോൾഡ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ മറ്റേ പോർട്ടലിൻ്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇതുകൂടെ എടുത്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ 4 ബ്ലോക്ക് ഓഫ് ഗോൾഡും 5 ഡയമണ്ടും ബാക്കി അയണും പിന്നെ ഈ ഒരു ഗോൾഡ് ഇങ്കറ്റും പിന്നെ ഈ ഒരു വോൾസ് ആർമറും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ട്രൈഡൻറ്റും വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്കൊരു ട്രൈഡൻറ്റ് കിട്ടിയായിരുന്നു, മറ്റേ ട്രൗണിൻ്റെ കയ്യിൽ നിന്ന്. നമുക്കെന്തായാലും ഈ ഒരു സാലറി ഞാൻ വെച്ചേക്കാം, കാരണം സാലറി നമുക്ക് അത്യാവശ്യം കാര്യമാണ്. പിന്നെ ഈ ഒരു ഡയമണ്ട് വോൾസ് ആർമർ നമുക്ക് അതിനകത്ത് വെച്ചേക്കാം, അതും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓഫ് ക്യാമറയിൽ ഞാൻ ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചോളാം. പിന്നെ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചാൽ ആ സൈഡിലോട്ട് മൊത്തം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫാംസ് ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു സ്മെൽറ്റിംഗ് റൂമും പിന്നെ ഒരു എൻജോയിനിങ് റൂമും പിന്നെ ഞാൻ എന്തായാലും ഫാം ഉണ്ടാക്കിയിട്ട് എനിക്ക് ആവശ്യമില്ലാണ്ട് കുറേ ഐറ്റംസ് കിട്ടുന്നതിന് അത് കൊണ്ട് വെക്കാനായിട്ടും എനിക്ക് ഒരു റൂം ഉണ്ടാക്കണം. അതായത് എനിക്കിപ്പോൾ ഇഷ്ടം പോലെ ബാമ്പ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് എൻ്റെ വീടിനകത്തുള്ള സ്റ്റോറേജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് വെറുതെ പോകും. അതുകൊണ്ട് എനിക്ക് ആ ഒരു റൂമിൽ കൊണ്ട് വെക്കാൻ പറ്റും. എനിക്ക് ആവശ്യമില്ലാണ്ട് കിട്ടുന്ന കുറേ ഐറ്റംസ്, ആവശ്യമില്ലാണ്ടല്ല, എനിക്ക് ഒരുപാട് കിട്ടുന്ന ഐറ്റംസ്. ഇതെല്ലാം ഞാൻ ചുമ്മാ ഉണ്ടാക്കി വെക്കും. അതിൻ്റെ മുകളിൽ കൂടി ഒരു ബിൽഡിങ്ങും ഞാൻ ഉണ്ടാക്കും. ആ ബിൽഡിങ്ങിനകത്തായിരിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇരിക്കാൻ പോകുന്നത്. പിന്നെ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഞാനൊരു ഡോക്ക് ഉണ്ടാക്കും. എന്നിട്ട് ഡോക്കിൻ്റെ സൈഡിലൊരു ഷിപ്പ് ഞാൻ ഉണ്ടാക്കും. ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഈ സൈഡിലൊരു പോണ്ട് ഉണ്ടാക്കും. ഞാൻ ഒരു ചെറിയൊരു പോണ്ട്, അതിനകത്തായിരിക്കും ഞാൻ ഫിഷിംഗ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഇവിടുന്ന് കുറച്ച് അയൺ എടുത്തിട്ട് എൻ്റെ ആർമർ കംപ്ലീറ്റ് ചെയ്യുന്ന ഉണ്ടാക്കും. എൻ്റെ ആർമർ കുറേ സോംബീസൊക്കെ അല്ല നിൽക്ക്, ഞാൻ മറ്റേ വില്ലേജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറച്ച് ആർമർ എനിക്ക് കാണുമല്ലോ. അതെൻ്റെ ഒരു ലെഗിൻസും ഉണ്ട്, പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റും ഉണ്ട്. നമുക്കൊരു ബൂട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി എക്സ്ട്രാ ആയിട്ട്, അത് നല്ല കാര്യം. ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ പിന്നെ കംപ്ലീറ്റ് ആർമറായിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.